ഹലോ ഫ്രണ്ട്സ്, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ₹1 പോലും ചിലവില്ലാതെ വീട്ടിൽ എങ്ങനെ ക്രിസ്മസ് ട്രീ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ആർക്കേറിയ എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ 3 ഇലയോട് കൂടിയ ശിഖരങ്ങളാട്ടോ വെട്ടിയിരിക്കുന്നത്. ഒരു വടി എടുത്തിട്ടുണ്ട്, ഒരു ചെടിച്ചട്ടിയും അതിലേക്ക് ആവശ്യമായ മണ്ണും എടുത്തിട്ടുണ്ട്, നൂല്, കത്രിക, കത്തി എന്നിവയും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ₹1 പോലും പണച്ചെലവില്ലാത്ത ക്രിസ്മസ് ട്രീ ആട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനൊരു പേപ്പർ വെച്ചു, അതിന് മുകളിൽ ചെടിച്ചട്ടി വെച്ചു, അതിൽ കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമ്മുടെ വടി വെച്ച് കൊടുക്കുകയാണ്. ആർക്കേറിയ പ്ലാന്റിൻ്റെ 3 ശാഖകളായിരുന്നു വെട്ടിയിരുന്നത്. ആ ശാഖകളുടെ താഴെ ഭാഗത്തുള്ള ഇലകളൊക്കെ വെട്ടിക്കളയുകയാണ്. അപ്പോൾ ഈ ശാഖയുടെ ഇത്രയും ഏരിയ നമുക്ക് മണ്ണിൽ താഴ്ത്തി വെക്കേണ്ടതാണ്. ആ ഭാഗത്തെ ഇലകളൊക്കെ വെട്ടിക്കളയുകയാണ്. അങ്ങനെ 3 ശാഖകളുടെയും ഇലകൾ ഇതേ രീതിയിൽ വെട്ടിക്കളഞ്ഞു. പിന്നീട് ചെടിച്ചട്ടിയിലേക്ക് മണ്ണ് ഫുള്ളായിട്ട് നിറച്ചു. പിന്നീട് വടിയെടുത്ത് ചെടിച്ചട്ടിയുടെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തു. വടി നന്നായിട്ട് തന്നെ ഉറപ്പിച്ച് കൊടുക്കണം. അതിലാണ് ഇനി 3 ശാഖകളും വെച്ച് കെട്ടുന്നത്. അപ്പോൾ വടി നല്ല ബലത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. പിന്നീട് ഞാൻ ഓരോ ശാഖകളെടുത്ത് ആ വടിയിൽ നൂല് ഉപയോഗിച്ച് കെട്ടിക്കൊടുത്തു. മൂന്ന് ശാഖകളും നന്നായി തന്നെ വടിയിൽ നൂല് വെച്ച് കെട്ടിക്കൊടുത്തു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി തന്നെ നാച്ചുറൽ ലുക്കോട് കൂടിയ ഒരു ക്രിസ്മസ് ട്രീ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചെറിയൊരു ക്രിസ്മസ് ട്രീക്ക് പോലും കടയിൽ ഇപ്പോൾ ₹300 വിലയുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീയുടെ അത്ര ഹൈറ്റ് വരുമ്പോഴേക്കും 1000-1000 മുകളിലാവും വില വരുന്നത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ. ₹1 പോലും ചിലവില്ലാതെയാണ് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ടുള്ള ക്രിസ്മസ് ട്രീ മരങ്ങളുടെ ശാഖകൾ വെട്ടി തന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം. ഈ ക്രിസ്മസ് ട്രീയിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനാണത്. ഒരാഴ്ച വരെയൊക്കെ ക്രിസ്മസ് ട്രീ കേടുകൂടാതിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കുറേ ദിവസത്തേക്ക് കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒന്ന് അലങ്കരിക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ 2 സാന്താക്ലോസ് ഉണ്ടായിരുന്നു, കുറച്ചധികം ഡ്രംസും അതുപോലെ തന്നെ കുറച്ചധികം മിഠായും ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോന്നായി ഞാൻ ലീഫിൽ വെച്ച് കൊടുക്കുകയാണ്. ചിലതൊന്നും അതിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല, അപ്പം നൂല് വെച്ചിട്ട് തന്നെ ചിലത് കെട്ടിക്കൊടുക്കേണ്ടി വന്നു. എല്ലാ ഓർണമെൻറ്റ്സും ക്രിസ്മസ് ട്രീയിൽ തൂക്കിയതിന് ശേഷം ഞാൻ ക്രിസ്മസ് ട്രീയിൽ ഒരു ലൈറ്റും കൂടി ചുറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് ഈ ക്രിസ്മസ് ട്രീ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പൈസ മുടക്കി ക്രിസ്മസ് ട്രീ വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.